ഭ്രാന്തനായിട്ടും വേണ്ട. നന്നായി ഗോപി, ഞാനും എന്തും കുട്ടികളും ഇവിടെ നിന്നെങ്കിലും പോയിക്കോളാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് തന്നെ ശ്രീധരമാമയുടെ മുറിയിൽ ചങ്ങലക്കിട്ട് പൂട്ടും. നമുക്ക് ഏറ്റവും ടോപ്പസ്റ്റ് സെന്റിമെന്റ്സിലേക്ക് പോയിരിക്കുന്ന പടങ്ങളെ ഷോർട്ട് ചെയ്തിട്ടാണ് ഞാനൊരു 25 പടം എടുത്തിരിക്കുന്നത്. അച്ചോ, എനിക്കൊന്ന് കുമ്പസരിക്കണം. ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല. നേരെ വെളുക്കം കാത്ത ഞാൻ ചങ്കു കൊട്ടി ചത്തു. പുളിയിലക്കരയോലും പുടവ ചുറ്റേ കുളിർ ചന്ദനത്തോടു കുറിച്ചാർത്തി. ഗോവ, നീ എന്നെ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും നീ മാത്രം പറയും, ഒരിക്കലും പറയരുത് ഗോപ, ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. ഏതമൃതും തോൽക്കുമി തേനിനെ നീ തന്നു പോയി, ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞു തുള്ളിയാ. വോയിസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ ആർക്കും ഇല്ലാത്തൊരു വലിയ അറിവുണ്ട് എനിക്ക് ശ്രുതി അറിയില്ല. പവിഴം പോൽ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. हाय, दिस इज अक्षय कुमार. मैं अक्षय कुमार बात कर रहा हूँ. रजनीश भाई, आपका जो इंटरव्यू है. മൂന്നാമത്തെ എട്ടിൽ ചോദിച്ചപ്പോൾ അടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ സീറ്റിൽ ഇരുന്നപ്പോൾ ജ്യൂസ് കൊണ്ടുവന്നത് രണ്ടും ഫീൽ ചെയ്യാൻ പറ്റി. ഇന്നാൾക്ക് ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ജ്യൂസ് ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് അവരുണ്ട്. ഡയലോഗ്സ് വളരെ കുറവാണ്. 2 പേജ് ത്രൂ ഔട്ട് പടത്തിലുള്ളൂ ഡയലോഗ്സ്. ബാക്കിയൊക്കെ മൈന്യൂട്ട് ആക്ടിങ്ങിലൂടെയും നോട്ടത്തിലൂടെയും അതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പം ഡയലോഗ് ഇല്ലാണ്ട് ഒരാളെ നിൽക്കുക എന്ന് പറയുന്നതിനാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. ഒരു ഇന്റർവെല്ലിന് ശേഷം പിന്നെ ഫൈറ്റ് മാത്രമേ ഉള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ലീച്ച് സിനിമയെ കുറിച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ നിസാം കാലിക്കറ്റ് ഉണ്ട്, അതേപോലെ നിസാമിന്റെ സുഹൃത്തും ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള അനൂപ് രത്നയും നമ്മുടെ കൂടെ ഉണ്ട്. അനൂപേ, ഇത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് നിസാമിൻ്റെ അടുത്ത്. കട്ടതും കേട്ടതും കുറച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ലീച്ചിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. പാട്ടിനോടുള്ള ഇഷ്ടം, ഒരു 10-14 ലാംഗ്വേജ് പാടും, ബംഗാളി, പഷ്തു, കന്നഡ ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ കുറേ സെർച്ചിൻ്റെ ഭാഗമായിട്ട് കുറേ പാട്ടുകൾ കിട്ടുമ്പോൾ ഈ പാട്ട് മറ്റേ പാട്ടാണല്ലോ, ആ പാട്ട് ഈ പാട്ടാണല്ലോ, അങ്ങനെ തോന്നിയപ്പോഴാണ് ഈ ഒരു സംഭവം തോന്നിയത്. കട്ടതും ഒറിജിനലും നമ്മൾ കേട്ടതും നമ്മൾ കേൾക്കാത്തതും എന്നുള്ളൊരു സാധനം വെച്ചിട്ട് അങ്ങനെ ചെയ്തത്. മുഹമ്മദ് റാഫി സാഹിബിൻ്റെ തന്നെ ഇപ്പോൾ ഒരു പാട്ട്, कौन है जो सपनों में आया, कौन है जो दिल में समाया, लो जो गया समा भी या मेरे संग आए ओ पिया. അത് തന്നെ പഴയതല്ലേ, നമ്മൾ ചിന്തിക്കുമോ? Who makes my heart beats like thunder, who makes my temperature rise, who makes me tremble with wonderful rapture, with one burning head control rise. Margarita. രാജാ സാറിൻ്റെ ഒരു പാട്ട്, കനവ് കാണും വാഴ്ക്കയാവും കറന്നു പോകും കോലങ്ങൾ. അത് കളറാ, ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരിക്കുന്നത്. അപ്പനെ വാദേ പ്യാർ വഫാ സബ്, അങ്ങനെ തന്നെ ആൾ ഇരിക്കുന്നത്. ഒരു ഓലക്കൊട്ട് അപ്പോൾ ഫുള്ള് പാടുന്നത് അല്ല, സെയിം. ഞാൻ അതായത് എടുത്തിരിക്കുന്നത് മുഴുവനും ടോട്ടലി എടുത്തിട്ടുള്ള പാട്ടുകളാണ്. ഒരു വരി 2 വരി ഒന്നുമില്ല, മൊത്തത്തിൽ എടുത്തിട്ടുള്ള പാട്ടുകളാട്ടോ. റസൂലേ നിൻ കനിവാലേ, റസൂലേ റസൂലേ നിൻ വരവാലേ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതർ, റസൂലേ നിൻ വരവാലേ, റസൂലേ നിൻ കനിവാലേ. ഔവാഫി ഖാനി തഗയ്യർ, ഔവാഫി 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 ഷാനി തഖബ്ദർ, ഔവാഫി ഔവാഫി من كون ثاني أوافي نار أوافي شان تغير أوافي شان تغبر أوافي 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 شان تغير. ചെയ്ത പാട്ടാണ്. ഓർക്കസ്ട്രേഷൻ അടക്കം. പക്ഷെ എനിക്ക് ശത്രുക്കൾ കൂടെ അടിയുണ്ടാക്കാം. പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ പറയാതിരിക്കാൻ അല്ല, വേറെ കാര്യം ചേട്ടാ, ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഇതെല്ലാം യൂട്യൂബിലുണ്ട്. ഞാനതിനെ കണക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തേ ഉള്ളൂ. അതെല്ലാം യൂട്യൂബ് കിടപ്പുണ്ട്. ഹവാ ഹവാ, എത്ര പഴയ പാട്ടാ അല്ലേ? ഹവാ ഹവാ യേ ഹവാ ഖുശ്ബൂ ലുട്ടാത്തെ
ഹവാർ ഹവാർ ഓ ഹവാർ യാ റോമിയായ ഹവാർ ഹവാർ ഓ ഹവാർ യാ റോമിയായ ഇന്ദല അസീസിയോं കുസൂറക ബിസാര ദിൽ കസറാ കശാം കുസൂദക നദാര യാ റോമിയായ ദിൽദാർ റോമിയായ. ഞാൻ ഇപ്പം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. കുറച്ചുകൂടെ ക്ലാസിക് കട്ടതും എടുത്തിട്ട് ചെയ്യുന്നേ ഉള്ളത്. ഇനി ഒരുപാടുണ്ട് എനിക്കറിയാം. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു പോവാം. ലീച്ചിലേക്ക് നമുക്ക് വരാം. എങ്ങനെയാ ലീച്ച് സംഭവിക്കണേ? നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. ദുബായിലാണ് നമ്മൾ, അവിടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കഥകൾ എപ്പോഴും വൈകിട്ട് ഇരുന്ന് സിനിമ, ആദ്യം എങ്ങനെ സിനിമയിൽ പോവാം, അഭിനയത്തിൽ ആരും വിളിക്കുന്നില്ല, അവസരങ്ങൾ ആരും തരുന്നില്ല. ഇതിൽ നായകനല്ലേ? ഇതിൽ നായകനായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നാടകം, മിമിക്രി, നമ്മൾ മിമിക്രി ട്രൂപ്പിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. മാഡ് എന്ന് പറഞ്ഞിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ മിമിക്രി അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോ ത്രെഡ്സൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്നാൽ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് പോവാം, സിദ്ദിഖ് ലാൽ സാറൊക്കെ വന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ ബിവിൻ ഉണ്ണികൃഷ്ണനൊക്കെ പോലെ നമുക്കൊരു ടീമായിട്ട് സിനിമയിലേക്ക് പോവാം. കാരണം നമുക്ക് പരിചയത്തിൽ ആദർശിക്ക, കോട്ടയം നസീർക്ക്, അങ്ങനെ കുറേ ആൾക്കാരെ അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാന്നുള്ളത് നമ്മൾ കഥകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു പിന്നെ സിനിമ, ഒരു കഥ ചർച്ച വരുന്നതും ഒരു ഡിസ്കഷൻ, ഒരു പുതിയ ടീമിനെ നമുക്ക് ചെയ്യാമെന്ന്, പിന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം അതിനൊരു വഴികാട്ടിയൊക്കെ നമ്മൾ പൃഥ്വിരാജൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സ്വന്തം ഒരു സെറ്റപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് തന്നെ ചെയ്യാം. പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മളെന്ന് അഭിനയിക്കണം എന്നല്ല, ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു സിനിമ ഉണ്ടാക്കി എടുക്കാന്നുള്ള ചിന്തയിൽ വന്നു. അപ്പോൾ അത് നമ്മൾ ആവണമെന്ന് ചിന്തിച്ചില്ല ആദ്യം. പക്ഷെ അത് സംസാരിച്ചു വന്നപ്പോൾ നമുക്കും കുറച്ച് ആൾക്കാർക്ക് അഭിനയിക്കാം, വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു. പിന്നെ ഇദ്ദേഹത്തിനെ പോലത്തെ ഭയങ്കര കലാകാരനൊന്നും ഒരിക്കലും കേരളം മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരാഗ്രഹം. അതിനെ പറഞ്ഞു അഭിനയത്തിൽ തന്നെ, കാരണം അത്രക്കും പാഷനായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളെല്ലാ സുഹൃത്തുക്കളും അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ബുക്ക് ഓഫ് സിനിമ, നല്ല പേര്. അതെ. അപ്പൊ അതിൽ ഓരോ പേജുകളും ഓരോ സിനിമകളായിട്ട് മാറ്റണം എന്നുള്ളൊരു ചാപ്റ്റർ, പേജ് 1, പേജ് 2, പേജ് 3 അങ്ങനെ ഓരോ സിനിമകളായിട്ട് വരട്ടെ എന്നുള്ള ചിന്തയിലൊക്കെ ഒരു സംഭവം നമ്മൾ തുടങ്ങി. അപ്പൊ അത് ഞാനും ഇദ്ദേഹം പിന്നെ നമ്മളിതിന്റെ ഡയറക്ടർ വേറെയാണ്. അപ്പൊ മൂന്നാളും കൂടി നമ്മളിങ്ങനെ ഒരു പടം പ്രൊജക്ടിനെ പറ്റി ആലോചിച്ചു. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാമെന്നുള്ള ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിൽ അത് ചിന്തിച്ചു. ബാസ്റ്റേഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു പേരിട്ടിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊരു സംഭവം പ്ലാൻ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കഥയിൽ പിന്നെ വേറൊരു ചേഞ്ചസ് വന്നു, വേറൊരു സബ്ജക്റ്റിലേക്ക് പോയി. അതിന് ഡിമാൻഡ് ചെയ്യുന്നത് ന്യൂ ഫേസസ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ അത് പിന്നെ എല്ലാവർക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചെയ്യുമ്പോൾ ആ കഥാപാത്രം അങ്ങനെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും മുൻധാരണ പ്രേക്ഷകന് വരുന്നത് കൊണ്ട് അത് കൂടുതൽ ന്യൂ ഫേസസ് തന്നെ വരണമെന്ന്. പിന്നെ നമുക്കും അറിയാലോ ന്യൂ ഫേസസിന് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് സിനിമയിൽ വരാനും ഒക്കെ. നമ്മളെന്തായാലും മെനക്കിടുന്നുണ്ട്, നോക്കാം നമുക്കെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോഴും അവരും ന്യൂ ഫേസസിന് കുഴപ്പമില്ല, നമുക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം നമ്മളൊക്കെ എപ്പോഴും സിനിമ, ഞാനും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പേടിത്തൊണ്ടെന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു ഞാൻ സുരാജേട്ടൻ്റെ ഒരു സുഹൃത്തായിട്ടും മധുപാൽ സാറിൻ്റെ മകനൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ അവിടുന്ന് മുതലല്ലേ എവിടെയായാലും നമ്മൾ പോകുമ്പോഴും നമ്മളെ തന്നെ കോസ്റ്റ്യൂംസ് നമ്മൾ കൊണ്ടുപോകണം, നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും, നോക്കും. കാരണം അത്തരത്തിലുള്ള സീൻസല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെയാണ് നിർത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ ഇങ്ങനെ നിന്നിട്ടുള്ളൂ, എവിടെയെങ്കിലും പോയിരിക്കുക അങ്ങനെ. അപ്പോൾ നമ്മൾ ടീമാവും പുതിയ ആൾക്കാർക്ക് നമ്മൾ തന്നെ കോസ്റ്റ്യൂംസ് കൊടുക്കണം, നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ആക്ടിങ് വർക്ക്ഷോപ്പ് കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സിനിമ വയനാട്ടിൽ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഏത് ജോണറിൽ വേണം എന്നുള്ള ഡിസ്കഷൻ വന്നപ്പോൾ ആക്ഷൻ പടങ്ങളിലേക്ക് പോവാം എന്നുള്ള തീരുമാനം. അതാകുമ്പോൾ ഒരു വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടും. ഇപ്പോൾ OTT ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെയുള്ള സിനിമകൾ എല്ലാവരും കാണുന്നുണ്ട്, റീജിയണൽ എന്നുള്ള സംഭവങ്ങളില്ലാതെ. അപ്പോൾ ആ ഒരു ആക്ഷൻ, ഒരു ത്രില്ലർ ജോണറിലുള്ള സർവൈവൽ ത്രില്ലർ പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് സബ്ജക്റ്റിലേക്ക് തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അങ്ങനെ ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ട. അപ്പോൾ അതെ, അപ്പോൾ അതിൻ്റെ നമ്മൾ രക്തം കുടിക്കുന്ന, അതെ രക്തം കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വഭാവമുള്ളൊരു മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ചെന്നപ്പെടും. നമുക്ക് തൊട്ടടുത്തിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വളരെ പോളിഷ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക, ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതിലൊരു അട്ടയാണോ ഈ അട്ട? അതെ, അട്ടയാണല്ലേ അവസാനം ലീഡ് ചെയ്തേക്കുന്നത്. ഞാൻ അവന്റെ സ്നേഹം ഒറ്റി കുടിക്കാറുണ്ട്, ചോര കുടിച്ചിട്ടില്ല. അത് ഇനി കുടിച്ചോളൂ.
അപ്പൊ അങ്ങനെയായിരുന്നു ആ സബ്ജക്ട് സംഭവിച്ചത്. അപ്പൊ നമ്മളൊരു 1000-ഓളം പുതിയ, ഞാനും നിസാമും പിന്നെ അതെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഫിക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ അഭിനയിക്കാന്നുള്ളത്. ബാക്കി ഒരു ഇതിനകത്ത് 10 ക്യാരക്ടേഴ്സ് ടോട്ടൽ ഉള്ളൂ. നിങ്ങൾ 2 പ്രൊഡ്യൂസേഴ്സ് ആണ്. അദ്ദേഹം കൂടി ഉണ്ട്. ഇത് നമ്മുടെ സുഹൃത്തുക്കളും കുടുംബങ്ങളൊക്കെ ചേർന്ന് ജ്യൂസിലിരിക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 സിനിമ ഇതിന്റെ 9ാമത്തെ സിനിമയാണ്. അത് ഒരു പടം വെള്ളത്തിൽ മാത്രം ഒരു ഡയലോഗ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വേറെ ഒരു ജിമ്മി എന്ന പടത്തിൽ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഈ 7 സിനിമയിൽ ഞാനൊരു 7 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ചില പടങ്ങളിൽ പാസിംഗ് ഷോട്ട് ആയിരിക്കും, ഡയലോഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ നിൽക്കാനേ പറ്റൂല, അങ്ങനെയൊക്കെ കുറെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റിലൊക്കെ വരുന്നതിന്റെ ചാർജ്, പോക്ക് വരവ്, അവിടെ താമസം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളൊക്കെ. അതാ പറഞ്ഞ 3ാമത്തെ 8 ചോദിച്ചപ്പോൾ അടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ സീറ്റിൽ ഇരുന്നപ്പോൾ ജ്യൂസ് കൊണ്ടുവന്നത് രണ്ടും ഫീൽ ചെയ്യാൻ പറ്റി എന്ന് കരുതിയിട്ട് നമുക്ക് അഭിനയിക്കാൻ വെച്ചാൽ ഇപ്പോൾ ബുക്ക് ഓഫ് സിനിമയുടെ ഒരു ആഗ്രഹം നല്ല സംഭവങ്ങൾ ഉണ്ടാവുക, പുതിയ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുക, കൂട്ടത്തിൽ നമുക്ക് അഭിനയിക്കാം. നമ്മളെ ഇതിനകത്തുള്ള എല്ലാവർക്കും പ്രൊഡ്യൂസറിന്റെ ഒരു ഫീലിനെ കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ എല്ലാവരും ഇന്നാൾക്ക് ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ജ്യൂസ് ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് അവരുണ്ട്. ആകെ 10 പേരേ ഉള്ളൂ നമ്മൾ ക്രൂ മീൻസ് കാസ്റ്റിൽ. ബാക്കി 80ഓളം ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൈറ്റിൽ. പക്ഷെ നമ്മൾ ആ 10 പേർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മളങ്ങനെ പ്രൊഡ്യൂസർ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് ആക്ഷൻ പടമാണ്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ചെറിയ പണിയല്ലല്ലോ. നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കും അറിയില്ല. അപ്പോൾ അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ 2 കഥാപാത്രങ്ങൾ അവരാണ് മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട്. ആണുങ്ങളെക്കാൾ കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന അവർക്ക്. അപ്പോൾ അവരൊന്നും ഇതുവരെ അങ്ങനെ സംഭവം ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ആക്ട്രസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇപ്പോൾ വിചാരിച്ച സമയത്തൊന്നും തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരുടേതായ ഒരു ഇതിന് നമ്മൾ നോക്കണം. എൻ്റെയൊക്കെ മൂക്ക് പൊട്ടി ചോര വരുന്നു, നമ്മളപ്പം തന്നെ ഒന്ന് തുടച്ച് ക്ലിയറായി നമ്മൾ അഭിനയിക്കുന്നു. മറ്റേത് പറയുകയാണെങ്കിൽ വാർത്തയായി, കുറെ സമയം പോയി. ഫസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, അതായത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ആക്ഷനിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം എന്നാണ് സ്റ്റഡ് മാസ്റ്റർ പറഞ്ഞത്. ഒന്ന് കൂട്ടുകാരൻ, 2 പ്രൊഡ്യൂസർ കൊണ്ട് ഒറ്റയടി കലങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ ഇങ്ങനെ കിളി പറഞ്ഞിട്ട് അവിടെ കിടന്നുപോയി. സംഭവം പൈപ്പാണ്, നമ്മുടെ കയറൊക്കെ കെട്ടിയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇതിന്റെ അവര് റബ്ബറാന്ന് പറഞ്ഞു. ഇതിന്റെ അതിന്റെ ഉള്ളിൽ ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചിരുന്നു. അത് ഇവനും അറിയില്ല ഇതിന്റെ സംഭവം. ഒരൊറ്റ അടി ചെകിളത്ത് ചെന്ന് കിട്ടി. അതൊന്ന്. രണ്ടാമത്തെ അതോടുകൂടി കുറച്ചുകൂടി ശബ്ദം ഗാംഭീര്യം വന്നു, പാട്ടുകൾ പാടാൻ തുടങ്ങി. അതുപോലെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് പെണ്ണിന്നൊരു ചവിട്ടുണ്ട്. അപ്പം ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് 2 ആളെ പിടിച്ചിട്ട് ഒരു കാലിന്റെ ഒരു ഷോട്ട് മാത്രം, ക്ലോസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പോയിക്കോളൂ. വുഡ്ലാൻഡിന്റെ സാധനം ഒരു ചവിട്ടോട്ടിട്ട് 2 സ്റ്റെപ്പ് അപ്പുറത്തൊക്കെ പറിച്ചടിച്ച് വീഴ. അതായത് അതൊക്കെ പക്ഷെ എൻജോയ് ചെയ്തു. നമുക്കൊരു ഫൈറ്റ് സീനിലൊക്കെ ഒരു സാധനം ചെയ്യാൻ പറ്റാതെ നമ്മളെ ആര് വിളിച്ച് ഫൈറ്റ് ചെയ്യിപ്പിക്കാനാണ്. ഇവിടെ പാസിംഗ് ഷോട്ട് ഡയലോഗ് കിട്ടില്ലാത്ത അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭയങ്കര എൻജോയ്. എത്ര ചവിട്ട് കുത്ത് കിട്ടിയാലും നമ്മളെല്ലാവരും അപ്പോൾ തന്നെ ചാടി അടിച്ച് റെഡി സാർ അത്ര ആകത്തില്ല. ഒരുപാട് ദിവസം നമുക്ക് ഈ കരണം പറയാനും മറ്റേതൊക്കെ ആയിട്ട് കുറെ ക്ലാസ്സുകളൊക്കെ തന്നിരുന്നു അല്ലേ. ഒരാഴ്ച സ്റ്റണ്ട് മാത്രം പഠിപ്പിച്ചിരുന്നു, അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ആക്ടിങ്ങിന് നമ്മൾ ശ്രീജിത്ത് രാമൻ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ശ്രീജിത്ത് പോയിൽക്കാവുന്ന 2 തിയേറ്റർ പ്രൊഫസേഴ്സും തന്നെ വന്നിട്ട് അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, നമ്മുടെ പുതിയ ആൾക്കാരാണെങ്കിലും. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ടെക്നിക്കലി, കാരണം എല്ലാം ഫേസ് ചെയ്യുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. പിറകിൽ അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊന്നും പിന്നെ പടം വീണു പോകും. അപ്പൊ പിറകിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ നല്ല ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ക്യാമറ ആയാലും അതിന്റെ ആർട്ട് ആയാലും എല്ലാം. രജനി സാറിന്റെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഷെരീഫ് മാസ്റ്റർ. രജനി സാറിന്റെ കൊറിയോഗ്രാഫി തമിഴ് ചെയ്യുന്നതാണ്. ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പേട്ട, ആറാട്ട് എന്നൊക്കെ ചെയ്തിരിക്കുന്ന വലിയ വലിയ കൊറിയോഗ്രാഫർ. ക്യാമറ ആര്യ അലക്സായിട്ട് 2 ക്യാമറ അനാമോർഫിക് ലെൻസിലാണ് ത്രൂ ഔട്ട് മൂവ് ചെയ്തത്. പിന്നെ സ്റ്റണ്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം വൈഡ് ഷോട്ടിലാണ്. ക്ലോസ് ഷോട്ടിലാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വൈഡ് ഷോട്ടിലാകുമ്പോൾ അത്രയും പെർഫെക്റ്റ് കിട്ടണം. അതിൽ പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വളരെ ബോറായി പോകും നല്ല രീതിയിൽ ചെയ്തിട്ടില്ലേ. വൈകുന്നേരം ആകുമ്പോഴൊക്കെ എല്ലാവരും കയ്യെല്ലാം ഒടിഞ്ഞ് കാലെല്ലാം ഒടിഞ്ഞ് പോയ കുഴമ്പൊക്കെ ഇട്ടുക, രാവിലെ എഴുന്നേക്കാൻ വരിക, അവസ്ഥ. എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു പടമാണ്. എല്ലാ പുതുമുഖങ്ങൾക്കും അതൊരു, ആരോട് ചോദിച്ചാലും നമ്മളെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരോട് ചോദിച്ചാലും അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ മലയാള സിനിമയൊന്നും കിട്ടിയിട്ടില്ല. പലരും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പോയിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോഴും പറയുന്നുണ്ട് നമുക്കത് കിട്ടിയത് ലക്ഷറി ആയിരുന്നു എന്നൊക്കെ. അടിപൊളി. ആ ലക്ഷറി ആയിട്ടുള്ള കാഴ്ചക്കാർക്കും കിട്ടട്ടെ. പറയുമ്പോൾ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
എല്ലാ പരിപാടിക്കും ഒരു പാട്ട് ബ്രേക്ക് ഉണ്ട്. നിങ്ങൾ പാട്ടുകാരൻ ഇവിടെ ഇരിക്കുമ്പോൾ പാട്ട് പാടിപ്പിക്കാതിരുന്ന മോശമാണ്. പാട്ട് ചന്ദ്രകാന്തം എന്നുള്ളൊരു പാട്ട് പാടും. ആ ആതിര പെണ്ണിൻ്റെ വെണ്ണിലാപ്പാൽ കുടം നീയൊന്നു തൊട്ടപ്പോൾ പെയ്തു പോയി, മഴവിൽ തമ്പുരുമീട്ടുമ്പോൾ എൻ സ്നേഹസ്വരങ്ങൾ പൂമഴയായി, സ്നേഹസ്വരങ്ങൾ പൂമഴയായി. അമ്പലം ചുറ്റും വലതു വയ്ക്കാം, നാം ഒരു വെൺമേഘ തേരിലേറി, ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൻ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ടു 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൻ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ടു 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. അടിപൊളി. ജാതകത്തിലെ പാട്ട്. പുളിയിലക്കരയോലും പുടവ ചുറ്റേ കുളിർ ചന്ദനത്തോടു കുറിച്ചാർത്തി, നാഗപ്പണത്തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം പൂത്തിരുകി, സുസ്മിതേ നീ വന്നു, ഞാൻ വിസ്മയനേത്രനായി നിന്നു. ഓ അടിപൊളി. അത് പറഞ്ഞപ്പോഴാണ്, ഈ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ. ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ, അമ്പലം ചുറ്റുന്ന നേരം, കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരീ നിന്നെ ഞാൻ കണ്ടു, ആദ്യമായി കണ്ടു. ഓ താങ്ക്സ് കേട്ടോ. സദ്യ പാട്ടാണത്. പാടാനുള്ള ചാൻസ് ഇല്ല. നീ എന്താ സ്വിച്ച് ഇട്ട പോലെ ഇഷ്ടമാണ്. ഞാൻ പാടിക്കൊള്ളൂ. അതെ നമ്മളെ രണ്ടാളുടെ ടേസ്റ്റ് ഒരുപോലെയാ. താഴ്വാരം മൺപൂവേ, തീക്കായും പെൺപൂവേ, മൂടൽ മഞ്ഞുമായൂടും തെന്നലായി തേടി നിന്നെ ആരാമങ്ങളിൽ ഞാൻ. ഓരോരോ രാത്രിയും ഓരോരോ മാത്രയും, താഴ്വാരം മൺപൂവേ, തീക്കായും പെൺപൂവേ. നിങ്ങളുടെ നല്ല ശബ്ദമായതുകൊണ്ട് എനിക്ക് ഈ പവിഴം പോൽ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. നിന്നനുരാഗമിതെൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമാ, ഇളമാനിന നിൻ കുളിർമാറിൽ സഖി, തരളാദ്രമിതാ തലചായ്ക്കുകയായി ഒരു സുന്ദരിയൻ മലശയ്യയിൽ. പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പുതുശോഭയെഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പടരുന്നു. പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ഓ അവിടേക്ക് എത്തുമ്പോണ്ടല്ലോ ഈ മനുഷ്യരെങ്ങനെ പാടുക എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ദാസാറിന്റെ ശബ്ദം ഉണ്ടല്ലോ, രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മാറും. ദാസാർ അത് എങ്ങനെയാ പാടിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ആ പാട്ട്. ദാസേട്ടന്റെ ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റൂല. എങ്ങനെ കേട്ടിരിക്കാനേ പറ്റും. എങ്ങനെ പാടിയെന്ന് എങ്ങനെ ചെയ്യുന്ന ആലോചിക്കാൻ കേട്ടിരിക്കാനേ പറ്റുള്ളൂ, അനങ്ങാൻ പറ്റും. ഇതൊന്നുമല്ല, ശരിക്കും ബേസ് സോങ്സുകൾക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ദേവദുംദുഭിക്ക് വരുമ്പോഴൊക്കെ ഒന്നും ചെയ്യാനില്ല. പാടുമ്പോ എങ്ങനെയാണ് പറഞ്ഞതെന്ന് നമുക്ക് അറിയാൻ പാടില്ല, കേൾക്കാനേ പറ്റുള്ളൂ. കേട്ടിരിക്കാൻ.
പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ട് നമ്മളിപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ആ പാട്ട് പാടുമോ? എൻ്റെ മകൻ ജനിച്ചതിന് ശേഷം ഉള്ളൊരു ആ പാട്ടിനോട് വല്ലാതെ ഇഷ്ടം തോന്നിയത്. അപ്പോൾ അവന് പുതിയ ജനറേഷനാണല്ലോ, അവന് പപ്പയുടെ സ്വന്തം അപ്പൂസ് സിനിമയൊക്കെ കാണിച്ചു കൊടുക്കുകയും. മ്യൂസിക് രാജാ സാറല്ലേ? അതെ അതെ. അതിനകത്ത് ആര് പറഞ്ഞാലും നീ മാത്രം പറയരുത് ഗോവ, ഉം. അത് ഡയലോഗ് പറഞ്ഞിട്ട് പറഞ്ഞു. ആ അതെ, ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. അതെ അത് പറഞ്ഞിട്ട്. ഗോവ, നീ എന്നെ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷേ ആരൊക്കെ പറഞ്ഞാലും നീ മാത്രം പറയരുത്, ഒരിക്കലും പറയരുത് ഗോവ, ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. സാരമില്ല, ഇനി എൻ്റെ മോനെ നീ എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം അവനെ പൊന്നുപോലെ. ഏതമൃതും തോൽക്കുമി തേനിനെ നീ തന്നു പോയി, ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞു തുള്ളിയാ, എന്നുയിരിന്താകവും താളവുമായെന്നുമെൻ കണ്ണനെ ഞാൻ പോറ്റിടാം, പൊന്നുപോലെ കാത്തിടാം. പുന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം. നീഴല്ലേ തേനേ പാടല്ലേ പൂവേ, സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം, മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം. പൂജപ്പൂ നീ പൂജിപ്പൂ ഞാൻ, പന്നീരും തേനും കണ്ണീരായി താനേ, പന്നീരും തേനും കണ്ണീരായി താനേ. സൂപ്പർ. നിങ്ങൾ എങ്ങനെയാ സ്വിച്ച് ചെയ്യുന്നത്? അത് വോയിസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ. അത് എനിക്ക് വലിയൊരു അറിവുണ്ട്, ആർക്കും ഇല്ലാത്തൊരു വലിയ അറിവുണ്ട് എനിക്ക് ശ്രുതി അറിയില്ല. ഒരാള് എ പറഞ്ഞാലും ബി പറഞ്ഞാലും സി പറഞ്ഞാലും എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ പടച്ചോൻ എന്താണെന്നറിയില്ല, എനിക്ക് ഒരു പാട്ടിന്റെ ഒറിജിനൽ പിച്ചിന്റെ മനസ്സിലുണ്ടാവും, അതുകൊണ്ടാണ് കയറാൻ പറ്റും. അതെ അതെ അതെ. അല്ല അതാ പറ, അത്ര വലിയൊരു അറിവുള്ള ആളാണ്. ചില പ്രോഗ്രാമിന് ഗാനങ്ങളൊക്കെ പോലെ അതേതാ സ്കെയില്, ഞാൻ പറഞ്ഞു 30 ഇഞ്ചിന്റെ നീ പിടിച്ച ഞാൻ പാടിക്കോളാം. ഇത് അബദ്ധം പറ്റില്ലേ? ഏതാ അപ്പൊ പിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മൾ കാഷ്വലി പാടിയതുകൊണ്ട് കുഴപ്പമില്ല, നേരെ മറിച്ച് കോഴ്സ് ഉണ്ടെങ്കിൽ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, ഒന്ന് മൂളി നോക്കാനുള്ള ഒരു സമയം, അതൊന്ന് മൂളി നോക്കാനുള്ള സമയം എടുക്കുമല്ലോ. അതെ അതെ. ഇതിപ്പോ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള പിച്ചിൽ പാടാലോ. പിന്നെ ഇപ്പൊ ആ പറഞ്ഞ മീറ്ററിനോട് കുറച്ച് ചേർത്തി പിടിച്ചെന്നേ ഉള്ളൂ, അത് പറഞ്ഞു തീർത്തില്ലേ, ഞാൻ നോക്കിക്കോളാം എന്റെ പോലെ. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ആ ഒരു മീറ്റർ പിടിച്ചിട്ട് ആ പിച്ച് പിടിച്ച് പോയെന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഇത് ഒരു പക്ഷേ ഏട്ടൻ പറഞ്ഞ പോലെ മ്യൂസിക് വരാണെങ്കിൽ എളുപ്പത്തിന്റെ കുറച്ചുകൂടെ മുകളിലേക്ക് നിൽക്കും. അതുപോലെ സെക്കൻഡ് വരുന്നത് അതിലും മേലെയാണെങ്കിൽ അതെ അതെ പെട്ടുപോകില്ലേ. മറ്റേ പറഞ്ഞ സാഗരങ്ങളെ ഇതാണല്ലോ, സാഗരങ്ങളെ തവല എന്ന് വായിച്ചു പാടി പൊളിഞ്ഞു. അതെ, പെട്ടുപോകില്ലേ. അല്ലാണ്ട് എന്തോരം അതൊക്കെ പണി കിട്ടും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാടുമ്പോ, ഇപ്പൊ ഒരാൾ നമ്മൾ ക്യാഷ് ചിലപ്പോൾ നന്നായിട്ട് വായിക്കാൻ അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കോഴ്സോ അല്ലെങ്കിൽ യുനാനി എന്നൊക്കെ പറയും, ജസ്റ്റ് കോഴ്സൊക്കെ ഇട്ട് വായിച്ചു തരുന്ന ആൾക്കാരുടെ അടുത്ത് പാടുമ്പോൾ നമ്മളെപ്പോഴും, എനിക്ക് കിട്ടിയ അറിവാട്ടോ, അനുപല്ലവി പാടി നോക്കണം. അപ്പം അനുപല്ലവിയിലെ ടോപ്പ് എത്തണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ബേസ് പല്ലവി എളുപ്പമാണ്. നമ്മൾ ആദ്യം പോയി നിന്നിട്ട് ചിലപ്പോൾ ഇവിടെ ആദ്യത്തെ 4 വരി പാടി കുഴപ്പമില്ല, അത് നോക്കി പിന്നെ ആയിരിക്കും ചിലപ്പോൾ മറ്റേ സാധനം കിട്ടാണ്ട് വരിക. അവര് കോഴ്സ് കുടിച്ച് ഇന്ന സ്കെയിലാന്ന് പറയുമ്പോൾ നമുക്ക് അനുപല്ലവി എന്ന് പാടി നോക്കിയിട്ട് ഇതിലേക്ക് വരുമ്പോൾ എളുപ്പമുണ്ടാവും. ഈ 10 റിയാലിറ്റി ഷോയിൽ പോയ കാര്യം ഇപ്പോഴാണ് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് 10ാമത്തേലും മതിയാക്കിയത്രേ. അല്ലല്ല, 10ാമത്തേലേക്ക് 10ൽ 1ാം സമ്മാനം കിട്ടി. സമ്മാനം കിട്ടുന്നത് വരെ പോയി. അതുകൊണ്ട് കുറെ പാട്ടുകളും പിന്നെ നമ്മളെ നന്നായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രുതി അറിയാത്ത നമ്മളല്ലേ. അപ്പം ഈ ചിലപ്പോൾ മൊബൈലായിരിക്കും, ഫൈനലി വരെ മൊബൈലിലും റേഡിയോയിലൊക്കെ പാടി കൊടുക്കുക, ഫോണിലൊക്കെ പാടി കൊടുക്കുക, ലൈൻ ഫോണിലൊക്കെ ആയിരിക്കും. അപ്പം ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല, അത് വെച്ചിട്ടാണ് മാർക്ക് ഇടുന്നതെങ്കിൽ പോലും
എനിക്കറിയാം ഞാനാണ് അതിൽ ഏറ്റവും മോശം പാട്ടുകാരൻ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ സ്റ്റേജിൽ അടിപൊളി പാട്ട് പാടുന്നത് കൊണ്ട് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ട് അവർ ഫൈനൽ വരെ എത്തിക്കും. ഈ 9 എണ്ണത്തിൽ ഞാൻ ഫൈനൽ വരെ ഉണ്ടായിരുന്നു. അതായത് 200-ന്നും 500-ന്നൊക്കെ പാടിയിട്ട് ഫൈനൽ വരെ ഉണ്ടാവും. 4 സമ്മാനമായിരിക്കും. 3 സമ്മാനം പ്രൈസ് ഉണ്ടാവും, പൈസ ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. എനിക്കൊരു മൊമെൻറ്റോ. ആ ഒരു 9 റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറേ പാട്ടുകൾ പഠിക്കാനും പാട്ടിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും ഒരു വർക്ക്ഷോപ്പായി തന്നെ പറയാം. നല്ല നല്ല ആളുകളായിരുന്നു. രാജീവ് കോടമ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ മ്യൂസീഷ്യൻസൊക്കെ ആണ് നമുക്ക് പാട്ടുകളൊക്കെ പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതൊക്കെ ആയിട്ട്. മോനെ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവിടെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ട് ഇതിന് ഇത്രയും സാധ്യതകൾ ഒരു വരിയിൽ വാക്കുകളിലുണ്ട് മ്യൂസിക്കിന് എന്നുള്ളത് പഠിച്ചത് അവിടെ നിന്നാണ്. പിന്നെ നമ്മുടെ ഭാര്യയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവൾ മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ അങ്ങനെ ആണ് 10-ലെത്തിയപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ ഞാനവിടെ നിർത്തി. പങ്കെടുത്തത് ശരിയാവില്ല. അതേപോലെ മിമിക്രി ഇങ്ങനെ ഒരുപാട് പേര് അനുകരിച്ചിരുന്നത് അഭിനയമോഹം കൊണ്ടാണ് വിട്ടുകളഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടത്. പക്ഷെ അപ്പോഴും മമ്മൂക്ക വിട്ടില്ല. മമ്മൂക്ക പോയ സിനിമ പോയില്ലേ? ഞാനിപ്പോഴും മരിച്ചുപോയ ഞാൻ ഈ ഇറങ്ങുന്ന മമ്മൂക്കയുടെ പടം ഇങ്ങനെ കാണുന്ന ആലോചിച്ചോണ്ടിരിക്കുന്ന ആളാണ് സത്യമായിട്ട്. ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എന്തൊക്കെ ഈ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചുപോയി. മമ്മൂക്കയുടെ പടം ഇനിയും വരുമ്പോൾ ആരും എങ്ങനെ കാണും? അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് പ്രശ്നമല്ലേ? അതിപ്പോൾ ഒരു 40 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വേറെ വഴിക്ക് പോകില്ലേ? നമുക്ക് ടെൻഷനില്ല. നമുക്ക് ദുഃഖമല്ലേ പറയാൻ പറ്റുള്ളൂ, സത്യമല്ലേ പറയണത്. ഇപ്പം തന്നെ ബസ്സൊക്കെ ഇറങ്ങാൻ കിടപ്പിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോമ്പ് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ട്. പിന്നെ ഇതും സ്വപ്നം കാണുന്നുണ്ട്. ഇടയ്ക്ക് രാവിലെ എപ്പോഴും നമുക്ക് സ്വപ്നം കാണും. ചിലപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ എൻ്റെ അടുത്ത് നിന്നിട്ട് മറ്റൊരു നോട്ടൊക്കെ നോക്കി പോകും. എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോഴാണ് അവളൊക്കെ ഒന്ന് വിട്ടിട്ട് മോനും ബസ് ഒന്ന് ടൈം ചില സമയത്ത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അഭിനയിക്കുന്നതും അല്ലെങ്കിൽ മറ്റെന്താ പറയുക ലൊക്കേഷനിലൊക്കെ പോയിട്ട് അടുത്തിരിക്കുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഈ കിട്ടിയില്ലെങ്കിലും സ്വപ്നത്തിൽ സന്തോഷമാണ്. അങ്ങനെ ഇരിക്കും. ആദ്യം ഞാൻ ഈ സംഭവം ചെയ്തത് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള മുഴുവൻ പടങ്ങളുടെയും ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് മമ്മൂക്ക ഏറ്റവും ടോപ്പസ്റ്റ് പിന്നെ സെൻറ്റിമെൻറ്റ്സിലേക്ക് പോയിരിക്കുന്ന പടങ്ങളെ ഷോർട്ട് ചെയ്തിട്ടാണ് ഞാനൊരു 25 പടം എടുത്തിരിക്കുന്നത്. ഈ 25 പടത്തിൽ മമ്മൂക്ക കരയണതും തൊണ്ടയിടണതും ഉണ്ട്. ഭയങ്കരമായിട്ട് തൊണ്ടയിടണതും കരയണതും ഉണ്ട്. അതല്ലാത്ത കുറേ പടങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും ഇത്രയും എന്താ പറയുക അത്ര സീൻസുകളില്ല. പറഞ്ഞു പോകുന്ന സംസാരിച്ച് പോകുന്നതേ ഉള്ളൂ. കരയുന്നതോ തൊണ്ടയിടുന്ന സാധനങ്ങളില്ല. അപ്പോൾ ഞാൻ മറ്റതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇത് ഞാൻ പഠിച്ചിട്ടില്ല. തനിയാവർത്തനം പറയാം ഡയലോഗ്. തനിയാവർത്തനം മുകേഷ് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മുടെ മോളല്ലേ നന്നായി, ഭ്രാന്തനായിട്ടും വേണ്ട, നന്നായി ഗോപി, ഞാനും എന്തും കുട്ടികളും ഇവിടെ നിന്ന് കൊണ്ടെങ്കിലും പോയിക്കോളാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് തന്നെ ശ്രീധരമാമയുടെ മുറിയിൽ ചങ്ങലക്കിട്ട് പൂട്ടും സാധനം. കുറച്ചുകൂടെ ഉണ്ട് തോന്നുന്നില്ലേ? വിഷ്വൽ കാണുമ്പോഴേ ലിപ്പ് കുറച്ചുകൂടെ ഈ സ്പോട്ട് ചെയ്തേ. അതൊരു അസാധ്യ സിനിമയാണ്. മൃഗയിലെ വാറുണ്ണി വേറെ ടോണിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അച്ചോ എനിക്കൊന്ന് കുമ്പസരിക്കണം, ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛൻ, നേരെ വെളുക്കം കാത്ത ഞാൻ ചങ്കു കൊട്ടി ചത്തു ഉള്ളിൽ കിടന്നിങ്ങനെ തിങ്ങുക. സൂര്യമാനസത്തില് അതിന്റെ വേറൊരു പോർഷൻ അങ്ങനെ പിടിച്ച് മുട്ടെന്ന് വിളിക്കല്ലേ. ടോൺ വൈസ് കറക്റ്റാ. പക്ഷെ അപ്പൊ പല്ല് വരുമ്പോഴാണ് വേറെ ടോണാണ്. പിന്നെ പുള്ളി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെറിയ അങ്ങനെ പറയില്ല അമ്മ. അതിൽ പക്ഷെ കരയണ ഭാഗങ്ങൾ കുറവാ. അമ്മയാണ് ശരിക്കും അതിൽ സെന്റ് അടിക്കുന്നത്. എനിക്ക് നിന്നെ കാണണ്ട പോകുന്നത്. ഇതിൽ ഈ ഒരു ടോണും പോലെ പോകണുള്ളൂ. എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ അങ്ങനത്തെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ മൂപ്പര് എനിക്ക് വേറൊരു കാര്യം, മൂപ്പ് ഭയങ്കര പാട്ടിന് ഇഷ്ടമുള്ള ആളാണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിചയമൊക്കെ ആകുമ്പോൾ കുറേ പാട്ട് പാടി കൊടുക്കാമല്ലോ. കല്യാണത്തേനില കുറേ പാട്ട് പാടി കൊടുക്കാം. എന്നാലും വിടൂല, മമ്മൂക്കനെ വിടൂല. ഭാര്യ സിംഗറാണല്ലോ. അതെ, അതും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗന്ധർവ സംഗീതം ഫസ്റ്റ് വിന്നറാണ്. ദാസേട്ടൻ്റെ കയ്യിൽ നിന്നൊക്കെ അവാർഡ് മേടിച്ചിട്ടുള്ള ഒരാളാണ്. ഓമനക്കുട്ടി ടീച്ചറുടെ ഒക്കെ ശിഷ്യയാണ്. പിന്നെ ഗുരുചരണത്തിൽ ഇളയരാജ സാറിൻ്റെ മ്യൂസിക്കിൽ ഗുരുചരണത്തിൽ കുറച്ച് മോശമില്ലാത്ത സിംഗിൾ പോർഷനൊക്കെ പാടിയിട്ടുള്ള ആളാണ്. ക്ലാസ്മേറ്റ്സിൽ ഹരിരാമരാജകഥ ആ പോർഷൻ പാടിയിരിക്കുന്നത് വൈഫാണ്. പിന്നെ നാട്ടിൽ നിന്ന് ദുബായിൽ വരുന്ന ഒട്ടുമിക്ക പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെയും സെലിബ്രിറ്റീസിൻ്റെയും കൂടെയൊക്കെ പാടുന്ന യു എയിലെ ഒരു ലീഡിങ് സിംഗറാണ്. ഇപ്പോൾ അവിടെ
മ്യൂസിക് ടീച്ചറായിട്ട് ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പ്ലസ് ഷോസും കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ മ്യൂസിക് ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു തമിഴ് സിനിമയിലൊരു പാട്ട് പാടി. അപ്പം അദ്ദേഹവും കയറി വരുന്നുണ്ട്. കയറി വരട്ടെ. അതെ അതെ അതെ, നമുക്ക് പാട്ട് പാടിപ്പിക്കാം. അതെ സോണിയ. ഞാൻ നേരത്തെ ഞാനും വൈഫും കൂടെ ഒരു 500 പാട്ടിരുന്ന് പാടാൻ പറഞ്ഞില്ലേ, അദ്ദേഹം ഒരു 14,000 പാട്ട് അറിയുന്ന ആളാണ്. എല്ലാ ടൈപ്പ്, അതായത് അടിപൊളി പാടും, ടോൺ ചേഞ്ചസ് പാടും, മലയാളം, തമിഴ്, ഗസൽ എല്ലാം സോഫ്റ്റ് ഒക്കെ പാടും. ഭാര്യയ്ക്ക് വേണ്ടി ഏത് പാട്ടാ പാടുന്നത്? ഭാര്യയ്ക്ക് പാടിക്കൊടുത്ത ആദ്യത്തെ പാട്ട് അതും ഒരു റയർ സാധനമാണ്. നീലയാമിനി നിൻ കരളിൻ നൊമ്പരം മൂകതാരമായി ഒരു മിഴിനീർത്തുള്ളിയാ ഇനിയും മനസ്സേ നിറമേഴുമോർമകൾ കനവായി വിരിയാൻ അലിവാർന്നുറങ്ങുമോ വാവോ 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 വാവേന്നാ വിളിക്കാറ്. ഇങ്ങനെയാണ് വീഴ്ത്തിയതല്ലേ? അതെ, മനസ്സിലായി. ഇതും മൗനം സ്വരമായി എൻ പൊൻവീണയിൽ. ഇപ്പം ഞങ്ങളത് ഡ്യൂറ്റായിട്ട് പാടും. ഇൻസ്റ്റയിലോ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഔസേപ്പച്ചൻ സാറിൻ്റെ ഈ ഇപ്പോൾ റീലിൽ പൊക്കോണ്ടിരിക്കുന്ന പാട്ടുകളിൽ ഈ പാട്ടുമുണ്ട്. അപ്പോൾ അത് കൂടുതൽ കൂടുതൽ പേര് പാടുന്നുണ്ട്. അനൂപ് ബ്രോ ശരിക്കും ഈ ആങ്കറായിട്ട് കൂടിയതാണോ അതെ മിമിക്രി ഉണ്ടായിരുന്നു? സ്റ്റേജ് ഡ്രസ്സിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ അഭിനയം എല്ലാകുമ്പോൾ മിമിക്രിയിൽ പിന്നെ ആങ്കറും കൂടി എല്ലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സൗണ്ട് എടുക്കുന്ന പ്രാക്ടീസൊക്കെ വളരെ കുറഞ്ഞു. ഞാനും ഒരു 10-60 പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ്റെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 10-65-70 സ്റ്റാറൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ചെയ്യും, പക്ഷെ അതിനെ വല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കാറില്ല. ഈ പറഞ്ഞ പോലെ സിനിമയോടൊരു ആഗ്രഹം നമ്മുടെ മൊത്തത്തിൽ ഇമിറ്റേഷൻ ആവരുത്. അപ്പം നസീർക്കയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആദർശിക്ക് പറഞ്ഞു നടനാവണം, ആക്ടിങ്ങിനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തൽക്കാലം വോയിസുകൾ മാറ്റി വെക്കണമായിരിക്കും നന്നാവില്ല. നമുക്കായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാലോ. ആ രീതിയിലൊന്ന് മാറ്റി വെച്ചെന്നുള്ളൂ. പക്ഷെ പരസ്യങ്ങൾക്കും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഡിനൊക്കെ വേണ്ടിയിട്ട് ദുബായിന്നൊക്കെ ചെയ്യും ചിലതൊക്കെ. ഇദ്ദേഹം അതുപോലെ തന്നെ നാടകത്തിലേക്ക് മാറിയതും ഈ പറഞ്ഞ പോലെ കുറെ സ്റ്റാറൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഇപ്പോഴൊക്കെ ഉണ്ടാവും, ഐറ്റം ഉണ്ടാവും. പറഞ്ഞോ, ഞാൻ ഫ്ലവേഴ്സിലൊക്കെ ചെയ്തത് അക്ഷയ് കുമാറിന്റെ ഒരു സ്പോട്ട് ഡബ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അക്ഷയ് കുമാറിന്റെ ഒരു ശബ്ദം ഞാൻ ട്രൈ ചെയ്യാം. हाय दिस इज अक्षय कुमार, मैं अक्षय कुमार बात कर रहा हूँ. रजनीश भाई, आपका जो इंटरव्यू है मुझे बहुत पसंद है और यू आर डूइंग अ फैंटास्टिक जॉब. दिखने में तो आप रफ एंड टफ दिख रहे हैं, लेकिन आपका अच्छा इंटरव्यू है. और हमारा लीच मूवी का प्रमोशन चल रहा है, तो आपका मदद भी चाहिए हमको. पूरा नया न्यू फेसेस आ रहे हैं. नाम 72, जिला मलकानपुर, गाँव तासी, सर पे हाथ रब्दा और हाथ में 786. അടിപൊളി കേട്ടോ. ഇവിടുന്ന് ഇത്രയും ബാസ് വരുന്നത് ഇതിവിടെ ഓൾറെഡി ഉള്ളതാ, നിങ്ങളുടെ ഇല്ലാത്ത. നമ്മൾ ലാലിനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിനകത്തുള്ള നമ്മുടെ സിദ്ദിഖ് ലാലിന്റെ ശബ്ദം ഏകദേശം ഇങ്ങനെ നിൽക്കും. അക്ഷയ് കുമാറിന്റെ ടോണുമായിട്ടൊക്കെ കുറച്ച് എങ്കുമുടുങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ. പഞ്ചാബ് ഹൗസിലൊക്കെ ഒരു മറ്റേ നമ്മളെ കൊച്ചിൻ നിഫേറ്റൊക്കെ ഇവിടെ എത്ര കാലമായിട്ട് അറിയാം? ഒരു 10-20 വർഷമായിട്ട് അറിയാം. ഇവിടെ എത്ര വയസ്സുണ്ട്? ഒരു 10-22 വയസ്സ്, അതിൽ കൂടുതല. കടക്കൊന്നും ശരിയല്ലല്ലോ കേറാ. പേടിച്ചിട്ടാണ്, സത്യമായിട്ട് പേടിച്ചിട്ടാണ്. അതൊക്കെ പണ്ടത്തെ. ഇപ്പൊ മാറി വന്നല്ലോ കുറെ മിമിക്രി. അപ്പം ഇപ്പൊ അത് ചെയ്യുന്നില്ലല്ലേ? പ്രാക്ടീസ് കുറവാ, വളരെ കുറഞ്ഞു. ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. അതെ അതെ അതെ. കാരണം ഈ മനുഷ്യനിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിനെ നിരന്തരമായിട്ട് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഡെപ്സി മേഡനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ പുതിയ സ്റ്റാർസ് ഒരു 10-75 ആൾ എന്റെ വർക്ക്ഷോപ്പിലാണ്. പുതിയ സാധനം ഗൗതമേനോൻ സാറും മറ്റതും മറിച്ചതും ബിനുപ്പും കുറെ ആയിട്ട് കുറെ സാധനങ്ങൾ വർക്ക്ഷോപ്പിലാണ്. അവനെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അറിയാം. അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതടിപൊളിയാണ്. ഈ ലീച്ചിൽ അഭിനയിച്ചു കഴിഞ്ഞ് പടം കാണുന്ന സമയത്ത് എന്താണ് ശരിക്കും ഫീല് തോന്നിയത്? അതേപോലെ ഒരു പ്രൗഡ് മൊമെന്റ്, ഞാനിതൊക്കെ ചെയ്തോ. അപ്പുറം നോക്കിട്ടെ ഭയങ്കര സന്തോഷമായിരുന്നു.
കുറേ സമയം സ്ക്രീൻ സ്പേസിലുള്ളപ്പോൾ ഒരു സ്ക്രീൻ സ്പേസ് മാത്രമല്ല, നമുക്കൊരു ക്യാരക്ടറിനൊരു പേര്. പിന്നെ ഈ പടത്തില് റിവീൽ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ വഴിയാണ് പടത്തിൽ എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു മെയിൻ ക്യാരക്ടറാണ്, പടത്തിനൊരു പേരുണ്ട്, എനിക്കൊരു പേരുണ്ട്, അങ്ങനെ ഒരു പേരിട്ടിട്ട് ആദ്യത്തെ ക്യാരക്ടർ. ഡയലോഗ്സ് വളരെ കുറവാണ്, 2 പേജ് ത്രൂ ഔട്ട് പടത്തിലുള്ളൂ ഡയലോഗ്സ്. ബാക്കിയൊക്കെ മൈന്യൂട്ട് ആക്ടിങ്ങിലൂടെയും നോട്ടത്തിലൂടെയും എക്സ്പ്രഷൻസും അതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പം ഡയലോഗ് ഇല്ലാണ്ട് ഒരാളെ നിൽക്കുക എന്ന് പറയുന്നതിനാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വെല്ലുവിളികൾ തന്നെയാണ് പുതിയ ആൾക്കാർക്കല്ല, എനിക്കാരും അദ്ദേഹത്തിനായാലും എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതൊരു എല്ലാം നോട്ടീസ് ചെയ്യുന്ന ഒരു ആക്ടിങ് ആയിരിക്കും മാറുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഒരു വേൾഡ് വൈഡ് ഒരു വിഷൻ ഉണ്ടല്ലേ അതിനകത്ത്, അതുകൊണ്ടായിരിക്കും ഭാഷ ഒഴിവാക്കി. ഒരു ഇന്റർവെല്ലിന് ശേഷം ഫൈറ്റ് മാത്രമേ ഉള്ളൂ, ഡയലോഗ് എന്നുള്ള സാധനമില്ല. അടിപൊളി. അപ്പൊ ലീച്ച് നന്നായിട്ട് റീച്ച് ആവട്ടെ. റീച്ച് ആവാൻ വേണ്ടിട്ട് ഒരു പാട്ടോ എന്തെങ്കിലും ഒരു പെർഫോമൻസും കൂടെ പിന്നെ പിന്നെ ഒന്നും പറയാതെ പാടിക്കും. ഞാൻ പാടും. അതെ അതെ. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി, കടലാഴങ്ങളിൽ ഒരു തൂവലുമാ അകലെ നിൽപ്പോ ജലമൗനം. പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. അടുത്തത് വരട്ടെ, മുടിമാടിക്കട്ടെ. മുടിമാടിക്കെട്ടാൻ പോലും അറിയാത്ത കാലം നിന്നെ ഒരു കോടി സ്നേഹത്താൽ ഞാൻ ഉമ്മ വച്ചു. തണലായി നീ നിൽക്കുമ്പോൾ തണലായി ഞാൻ നിന്നു ചാരി, എരിവേനൽ കാറ്റിൽ നിന്നും കാത്തുവച്ചു. മൊഴിയറിയാ മക്കൾ വെറുതെ വളരേണ്ടെന്നാദ്യം തോന്നി, വളർന്നാലുമെന്നും നീയൻ കുരുന്നു തന്നെ. നിന്നെ നിലാവു കൊണ്ടു താരാട്ടാ. പിന്നെ 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 എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി. ആഹാ അപ്പോൾ നിങ്ങളുടെ ലീച്ചും നന്നായി പറക്കട്ടെ, നല്ല റീച്ചിലേക്ക് എത്തട്ടെ. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. കാരണം ഈ ചില സംരംഭങ്ങളെ നമ്മൾ വിജയിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്ത കാലത്ത് കണ്ട ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിവിടെ നിന്ന് നിൽക്കേണ്ട സിനിമയല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതും അങ്ങനെ പറക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ബുക്ക് ഓഫ് സിനിമയിലെ ആദ്യത്തെ സിനിമ പോലെ ഒരുപാട് പടങ്ങൾ ആ ബുക്കിൽ നിറയട്ടെ. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.